കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 19-ാമത്തെ അധ്യായം. പൃഥുരാജാവിന്റെ 100 അശ്വമേധ യാഗങ്ങൾ. ശ്ലോകം 31 മുതൽ 35 വരെ വായിക്കാം. തദിദം പശ്യതാ മഹത് ധർമാവ്യതികരം ദ്വിജാ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞാ കർമ്മേതദ് വിജിഘാംസതാ. പൃഥു കീർത്തെ പൃഥോർഭൂയാത് തർഹ്യേകായൂനാ ശതക്രതു അലം തേ കൃതുവിസൃഷ്ടൈ യദ്ഭവാൻ മോക്ഷധർമ്മവിത്. നൈവാത്മനേ മഹേന്ദ്രായ രോഷമാർഹതുമർഹസി ഉഭാവപീഃ ഭദ്രം തേ ഉത്തമശ്ലോകവിഗ്രഹൗ. മാസ്മിൻ മഹാരാജ കൃതാസ്മചിന്താം നിശാമയാ സ്മദ്വജ ആദൃതാത്മാ യധ്യായതോ ദൈവഹതം नु കർത്തും മനോതിരുഷ്ടം വിശദേ തമോന്ധം. ക്രതുർവിരമതാമേഷ ദേവേഷു ദുരവഗ്രഹഃ ധർമാവ്യതികരോ യത്ര പാഖണ്ഡൈരിന്ദ്രനിർമ്മിതൈഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 19. ഋതു രാജാവിന്റെ 100 അശ്വമേധ യാഗങ്ങൾ. ശ്ലോകം 31. തദിദം പശ്യത്യ മഹത് ധർമാവ്യതികരം ദ്വിജാ ഇന്ദ്രേണാനുഷ്ഠിതം രാജ്ഞാ കർമ്മേ തദ് വിജിഘാംസത. വിവർത്തനം. പൃഥുരാജാവിന്റെ മഹായാഗത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും യാഗം മുടക്കുവാനും ദേവേന്ദ്രൻ ചില കാര്യങ്ങൾ ചെയ്തു. അത് ഭാവിയിൽ ധാർമ്മിക ജീവിതത്തിന്റെ ശരിയായ പാത നശിപ്പിക്കുമെന്നത് ശരിയാണ്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ഈ പരമാർത്ഥത്തിലേക്ക് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവനെ കൂടുതൽ എതിർത്താൽ അവൻ അവന്റെ ശക്തികൾ കൂടുതൽ ദുരുപയോഗം ചെയ്യുകയും അത് മറ്റു പല ധാർമ്മിക കുഴപ്പങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും. ശ്ലോകം 32. പൃഥു കീർത്തെ പൃഥോർഭൂയാത് തർഹേകോ ന ശത്രക്രതുർ അലം തേ ക്രതുഭിഃ സൃഷ്ടൈർയദ്ഭവാൻ മോക്ഷധർമ്മവിത്. പൃഥു മഹാരാജാവ് 99 യജ്ഞങ്ങൾ നടത്തിയത് മതിയാകും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ബ്രഹ്മദേവൻ പൃഥു മഹാരാജാവിന്റെ നേർക്ക് തിരിഞ്ഞ് മോചനത്തിന്റെ പാത വ്യക്തമായി അറിയാവുന്നതിനാൽ അവൻ കൂടുതൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനെന്ന് ആരാഞ്ഞു. നൈവാത്മനേ മഹേന്ദ്രായ രോഷമാഹർത്തുമർഹസി ഉഫാവപീഃ ഭദ്രം തേരുത്തരശ്ലോക വിഗ്രഹ. ബ്രഹ്മദേവൻ തുടർന്നു. നീയും ഇന്ദ്രനും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാകയാൽ നിങ്ങൾ ഇരുവർക്കും സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ആയതിനാൽ നിന്നിൽ നിന്ന് ഭിന്നനല്ലാത്ത ഇന്ദ്രനോട് കോപം ഉളവാകരുത് നീ. മാസ്മിൻ മഹാരാജ കൃതഃ സ്മച്ഛിന്താം നിശാമയ സദ്വച
ആദ്യത്താത്മാ യതോ ദൈവഹതം നു കർത്തും മനോതിരിഷ്ടം വിശേഷതമോന്തം. എന്റെ പ്രിയപ്പെട്ട രാജാവേ, വികാരം കൊള്ളുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത്. കാരണം വിധിയുടെ ഈശ്വരേച്ഛയിലാണ് നിന്റെ യാഗം ശരിയായി പൂർത്തീകരിക്കാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടായത്. ദയവായി എന്റെ വാക്കുകളെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. ഈശ്വരേച്ഛയാൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നാം വളരെയൊന്നും ദുഃഖിച്ചു കൂടെന്ന് എപ്പോഴും ഓർമ്മിക്കണം. അത്തരം വിപരീതങ്ങളെ മറികടക്കാൻ കൂടുതൽ ശ്രമിക്കും തോറും നാം ഭൗതിക വിചാരങ്ങളുടെ ഇരുണ്ട മേഖലയിലേക്ക് കൂടുതൽ പ്രവേശിക്കുകയുള്ളൂ. ക്രതുർവിരമതാമേഷ ദേവേഷു ദുരവഗ്രഹ ധർമ്മവിധിക്കരോ യത്ര ഭാഗണ്ഡരീന്ദ്ര നിർമ്മിതഹൈ. ബ്രഹ്മദേവൻ തുടർന്നു, പല അധാർമിക കാര്യങ്ങളും ചെയ്യാൻ ഇന്ദ്രനെ പ്രേരിപ്പിച്ച ഈ യജ്ഞത്തിന്റെ ചടങ്ങുകൾ നിർത്തിവെക്കുക. ദേവന്മാർക്ക് പോലും അനാവശ്യമായ പല ആഗ്രഹങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥുമഹാരാജാവ് 100ാമത്തെ അശ്വമേധ യാഗം നടത്തുന്ന സമയത്ത് ഇന്ദ്രൻ ആ 100ാമത്തെ യാഗം തടയാൻ വേണ്ടി ശ്രമിച്ചു. കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കാം. അങ്ങനെ ഇന്ദ്രൻ അശ്വങ്ങളെ, ആ യാഗാശ്വത്തെ 2 തവണ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കേട്ട സമയത്ത് പൃഥുമഹാരാജാവിന് വലിയ കോപം വന്നു. പൃഥുമഹാരാജാവ് ദേവേന്ദ്രനെ വധിക്കുന്നതിന് വേണ്ടി ശരമെടുത്തു. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ, യജ്ഞം നടത്തുന്ന പുരോഹിതന്മാർ പറഞ്ഞു, അങ്ങ് ഇന്ദ്രനെ വധിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രനെ വധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യാഗം മുടങ്ങിപ്പോകും. അതുകൊണ്ട് ഇന്ദ്രനെ നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ മന്ത്രശക്തി കൊണ്ട് ദേവേന്ദ്രനെ വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇന്ദ്രനെ നിയന്ത്രിക്കാനും ഇന്ദ്രനെ ആ യജ്ഞഭൂമിയിലേക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനുമുള്ള മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് ബ്രഹ്മാവ് തന്നെ നേരിട്ട് ആ യജ്ഞഭൂമിയിൽ, ആ യാഗവേദിയിൽ പ്രത്യക്ഷനായി. അപ്പൊ ദേവേന്ദ്രനും പൃഥുമഹാരാജാവും തമ്മിൽ ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർ തമ്മിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ വലിയൊരു അപകടമായിരിക്കും. കാരണം രണ്ടുപേരും വലിയ ശക്തന്മാരായിട്ടുള്ള വ്യക്തികളാണ്, പ്രപഞ്ചത്തിൽ വലിയ ശക്തന്മാരാണ്. ഇന്ദ്രനും വളരെയധികം ശക്തിയുണ്ട്. പൃഥുമഹാരാജാവും ഭഗവാന്റെ അംശാവതാരമായതുകൊണ്ട്, ശക്തി ആവേശ അവതാരമായതുകൊണ്ട് പൃഥുമഹാരാജാവിന് വളരെയധികം ശക്തി. ഇവർ ശത്രുതയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് മുഴുവൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനും തന്നെ അത് വലിയ അപകടമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷനായത്. അപ്പോൾ ബ്രഹ്മാവ് ആ പുരോഹിതന്മാരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇന്ദ്രനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രം ഒന്നും ചൊല്ലരുത്, അല്ലെങ്കിൽ ഇന്ദ്രനെ വധിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ധർമ്മമല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള യജ്ഞമാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനും, ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലെ അംശമായിട്ടുള്ള എല്ലാ ദേവന്മാരും തൃപ്തരാകും. അങ്ങനെ ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ലഭിക്കും. യജ്ഞങ്ങൾ ചെയ്ത് ആത്മീയമായിട്ട് അവർക്ക് ഉയരാനും സാധിക്കും. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ദേവന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള യജ്ഞം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇത് വളരെ വിരോധാഭാസമാണ്. രണ്ടും വിപരീതമായിട്ടുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ദ്രനെ വധിക്കാൻ ശ്രമിക്കരുത്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഇന്ദ്രനെ വധിക്കാൻ സാധിക്കുകയുമില്ല. ഇന്ദ്രൻ നിങ്ങൾ വിചാരിക്കുന്ന അത്ര അതിനേക്കാൾ വളരെയധികം ശക്തിമാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ദ്രനെ വധിക്കാൻ സാധിക്കില്ല. ഇന്ദ്രന്റെ കോപത്തിന് മാത്രമേ അത് വഴിവെക്കുകയുള്ളൂ. ഇന്ദ്രനെ കൂടുതൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഇന്ദ്രനെ കൂടുതൽ അസ്വസ്ഥനാക്കി കഴിഞ്ഞാൽ ഇന്ദ്രൻ കൂടുതൽ നിങ്ങളെ ഉപദ്രവിക്കുക മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇന്ദ്രൻ ചിലപ്പോൾ കൂടുതൽ അധാർമികമായിട്ടുള്ള മാർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ദ്രനെ അസ്വസ്ഥനാകാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത് എന്ന് പുരോഹിതന്മാരെ തടഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു.
അത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ ആ കാര്യം ബ്രഹ്മാവ് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ദ്രൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പറയുന്നു. പക്ഷെ ഇന്ദ്രനെ നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ശക്തികളൊക്കെ പുറത്തെടുക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ അപകടമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇന്ദ്രനെ കോപപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം 32-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറയുന്നു, പൃഥു മഹാരാജാവിന്റെ 99 യജ്ഞങ്ങളെ കുറിച്ച്. ഇപ്പോൾ ഏകയൂന ശതക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 യജ്ഞങ്ങൾ ചെയ്ത വ്യക്തി എന്നാണ്. 100 യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ദേവേന്ദ്രൻ. അതുകൊണ്ട് ദേവേന്ദ്രൻ ശതക്രതു എന്നറിയപ്പെടുന്നു. അപ്പോൾ പൃഥു മഹാരാജാവും 100 യജ്ഞങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 100-ാമത്തെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൃഥു മഹാരാജാവും 100 യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതേ പേര്, ദേവേന്ദ്രന്റെ അതേ സ്ഥാനം, അതേ പേര് പൃഥു മഹാരാജാവിന് ലഭിക്കും. അതാണ് ദേവേന്ദ്രനെ അസ്വസ്ഥനാക്കിയത്. അദ്ദേഹം ശതക്രതുവായിട്ട് മാറും. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറയുന്ന കാര്യം എന്താണ്? പൃഥു മഹാരാജാവിന്റെ 99 യജ്ഞങ്ങൾ ദേവേന്ദ്രൻ ചെയ്തിട്ടുള്ള 100 യജ്ഞങ്ങൾക്ക് തുല്യമാണ്. അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് പൃഥു മഹാരാജാവ് 99 യജ്ഞങ്ങളും ചെയ്തിട്ടുള്ളത്. ആ 99 യജ്ഞങ്ങളും ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തനാക്കിയിട്ടുണ്ട്. ഭഗവാൻ മോക്ഷധർമ്മവിത്ത്, ആ ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തനാക്കിയിട്ടുണ്ട്. കാരണം പൃഥു മഹാരാജാവ് അത്രയും ധാർമ്മികമായിട്ടാണ് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100 യജ്ഞം ചെയ്തതിന്റെ അതേ കീർത്തി നിനക്കിപ്പോൾ 99 യജ്ഞം ചെയ്തപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും ഒരു യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. യജ്ഞം ചെയ്ത് ദേവേന്ദ്രനെ കൂടുതൽ അസ്വസ്ഥനാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൃഥു മഹാരാജാവിന് മനസ്സിലാക്കാൻ സാധിക്കും. പൃഥു മഹാരാജാവ് ഭഗവാന്റെ ഭക്തനാണ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് പൃഥു മഹാരാജാവ് പ്രവർത്തിക്കുന്നത്. പേരെടുക്കാനോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശക്തി കിട്ടാൻ വേണ്ടിയോ സ്ഥാനം കിട്ടാൻ വേണ്ടിയോ അല്ല പൃഥു മഹാരാജാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൃഥു മഹാരാജാവിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മാവ് ഈ കാര്യങ്ങളൊക്കെ പൃഥു മഹാരാജാവിനോട് പറയുന്നത്. നിന്റെ 99 യജ്ഞങ്ങൾ 100 യജ്ഞങ്ങൾക്ക് തുല്യമാണ്. ഭഗവാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ്. അതുകൊണ്ട് ഇനിയും ഒരു 100-ാമത്തെ യജ്ഞം ചെയ്യണം എന്ന് നീ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. 100 യജ്ഞം ചെയ്ത് ദേവേന്ദ്രനെ അസ്വസ്ഥനാക്കേണ്ട ആവശ്യമില്ല. 99 യജ്ഞത്തിൽ നിർത്തണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രഹ്മാവ് വന്നിട്ടുള്ളത്. അപ്പം 99 യജ്ഞങ്ങൾ മതി എന്ന് ഇവിടെ 32-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറയുന്നു. ഇനി എന്തിനാണ് 100 യജ്ഞങ്ങൾ ചെയ്യുന്നത്? യജ്ഞം ചെയ്യുന്നത് ഭഗവാനെ തൃപ്തനാക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഓൾറെഡി തൃപ്തനാണ്. അതുകൊണ്ട് 100-ാമത്തെ യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് അവിടെ വന്നിട്ടുള്ളത്. 33-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവും പൃഥു മഹാരാജാവും ദേവേന്ദ്രനും ശത്രുക്കളായി കഴിഞ്ഞാലുള്ള ദോഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും വലിയ ശക്തന്മാരാണ്. ദേവേന്ദ്രൻ സാധാരണ വ്യക്തിയല്ല. ദേവേന്ദ്രൻ ഭഗവാന്റെ വിഭൂതി തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഭഗവാന്റെ അംശമാണ് ദേവേന്ദ്രൻ. പൃഥു മഹാരാജാവും ഭഗവാന്റെ പ്രത്യേകം ശക്തി ലഭിച്ചിട്ടുള്ള ശക്തിയാവേശ അവതാരമാണ്. രണ്ടുപേരും തുല്യശക്തരാണ്. അപ്പോൾ നിങ്ങൾ സഹോദരന്മാരെ പോലെ കഴിയേണ്ടവരാണ്. നിങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാവരുത്. അതാണ് ലോകത്തിന് സമാധാനം നൽകുന്നത് എന്ന് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും തുല്യശക്തരാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാകരുത്. നീ ഇന്ദ്രനോട് ക്ഷമിക്കണം, ഇന്ദ്രനോട് കോപം ഉണ്ടാകരുത് എന്നും ബ്രഹ്മാവ് പറഞ്ഞു. അടുത്ത 34-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 100-ാമത്തെ യജ്ഞം തടസ്സപ്പെട്ടതിന്റെ പിന്നിൽ ഭഗവാന്റെ ഇച്ഛയുമുണ്ട് എന്നാണ്. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ നമ്മൾക്ക് 100 യജ്ഞങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ അനുമതി ആവശ്യമാണ്.
അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ഈ യജ്ഞങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. യജ്ഞം മാത്രമല്ല, ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ അനുമതിയുള്ള കർമ്മങ്ങൾ മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യജ്ഞം തടസ്സപ്പെട്ടതിന്റെ പുറകിലും ഭഗവാന്റെ ഇച്ഛയുണ്ട്. അതുകൊണ്ട് നീ അതിന് എതിർത്തുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വിധിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് വിധിയായിട്ട് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. 100ാമത്തെ യജ്ഞം ചെയ്യുന്നതിൽ ഭഗവാന് അത്ര താല്പര്യമില്ല. ഭഗവാൻ ആവശ്യമില്ല. 199 യജ്ഞം കൊണ്ട് ഭഗവാൻ തൃപ്തനാണ്. അപ്പോൾ അത് ഒരു വിധിയായി കണക്കാക്കി, ഭഗവാന്റെ ഇച്ഛയായി കണക്കാക്കി ആ 100ാമത്തെ യജ്ഞത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വിധിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊർജം വെറുതെ അനാവശ്യമായിട്ട് പാഴായി പോവുകയുള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ദേവേന്ദ്രന്റെ മാത്രം പ്രവൃത്തിയുടെ ഫലമല്ല. 99 യജ്ഞം ചെയ്താൽ മതി എന്നുള്ളത് ഭഗവാന്റെ കൂടി ഇച്ഛയാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ, ഭഗവാന്റെ ഭക്തന്മാർ, എന്താണോ ഭഗവാന്റെ ഇച്ഛ അത് അതേപടി സ്വീകരിക്കും. ധാർമ്മികരായിട്ടുള്ള വ്യക്തികൾക്കും ചിലപ്പോൾ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ആ സമയത്ത് അത് ഭഗവാന്റെ ഇച്ഛയായി കണക്കാക്കി അതിനെ പൂർണ്ണമായിട്ടും അതേപടി അംഗീകരിക്കുന്നു. അങ്ങനെയാണ് മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ 35ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് ദേവന്മാരുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നു. ദേവന്മാരും പൂർണ്ണരായിട്ടുള്ള വ്യക്തികളല്ല. അവർക്കും ഭൗതിക ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്കും അസൂയുണ്ട്. ആർക്കൊക്കെയാണോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് അവർക്ക് തീർച്ചയായിട്ടും അസൂയുണ്ടാകും. അങ്ങനെ അവർ പൂർണ്ണരായിട്ടുള്ള വ്യക്തികളാണെന്ന് കരുതരുത്. അതുകൊണ്ട് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കേണ്ട ആവശ്യമില്ല. ദേവേന്ദ്രൻ ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് വെച്ച് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കേണ്ട ആവശ്യമില്ല. അവർ ഉയർന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ഒരു ഇച്ഛയായി കണക്കാക്കി 99 യജ്ഞങ്ങളിൽ ആ യജ്ഞം നിർത്തിവെക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രഹ്മാവ് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പൃഥു മഹാരാജാവിനോട് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ പൃഥു മഹാരാജാവിന്റെ യഥാർത്ഥ ധർമ്മത്തെ കുറിച്ച് ബ്രഹ്മാവ് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമ്മൾക്ക് ശ്ലോകം ചൊല്ലുന്നത് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലക്ഷ്മി മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ശരി മാതാജി, ജപിക്കാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ